ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് റെസിപ്പിയാണ് കേട്ടോ. വെണ്ടയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. വെറും വെണ്ടയ്ക്കയില്ല, വെണ്ടയ്ക്കയും മുട്ടയും ചേർന്നുള്ള വെണ്ടയ്ക്ക മുട്ടത്തോരൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ഇത് റൗണ്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഞാനിന്ന് ചെയ്യുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. തോരൻ, അവിയൽ ഇതൊക്കെ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്താ ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തത്, അതിനോടൊപ്പം തന്നെ വെണ്ടയ്ക്ക ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെണ്ടയ്ക്ക വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. ഈ അടച്ച് വെച്ച് വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ ആ വെണ്ടയ്ക്കുള്ള പശവശപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്ക നല്ല സോഫ്റ്റായി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാമേ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കൂട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാമേ. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ തിരികിയത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഒരു വറ്റൽമുളകാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് 2ഓ 3ഓ നമ്മൾ കൂട്ടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മക്കളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വറ്റൽമുളക് ആഡ് ചെയ്യുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ജീരകവും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ആഡ് ചെയ്യുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാമേ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ പരുവം. ചെറുതായിട്ട് നമ്മൾ ചതച്ചെടുക്കും എന്നൊക്കെ പറയില്ലേ, ആ പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ദാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ദാ വെണ്ടയ്ക്കയുടെ ആ വശവശപ്പൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്ക നല്ല വെന്ത് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് നടുക്കൊന്ന് ഒരു ചെറിയായിട്ട് ഒരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 മുട്ട നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നടുക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ദാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. ആ സമയം മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് റെഡിയായി വരും കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാമേ. അപ്പോൾ ദാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ദാ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കി എടുക്കും എന്നൊക്കെ പറയില്ലേ തോരന്, അതേപോലെ നമുക്കിതൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വെണ്ടയ്ക്കയും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് ശരിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മുൻപോട്ട് നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കയറിക്കണ്ട് ട്രൈ ചെയ്ത് നോക്കുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. കൂടാതെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ദാ മുട്ടയെല്ലാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ആദ്യത്തെ പോലെ എന്താണ് ചെറുതായിട്ട് നടുക്കൊരു കുഴിയും കൂടി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അരപ്പ് നമ്മൾ അതേപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് വേണ്ട കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഒരു വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ദാ ഇത് അരപ്പ് ഇതേപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ വെണ്ടയ്ക്കയെല്ലാം ഇതേപോലെ വെച്ച് ഒന്ന് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മൂടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ അരപ്പിൻ്റെ ആ ഒരു കൂട്ടും എല്ലാം നല്ലോണം നമ്മുടെ ഈ വെണ്ടയ്ക്കയിലൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് റെഡിയായി വരും കേട്ടോ. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല മണമായിരിക്കേ. ഇതൊന്ന് മൂടി കൊടുത്തതിന് ശേഷം അത് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മുട്ടയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ പശവശപ്പൊക്കെ ഒന്ന് മാറി നല്ല തുറായിട്ടുള്ള നല്ല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെണ്ടയ്ക്കയൊന്നും വലിയ ഇഷ്ടമില്ല അല്ലേ, പക്ഷെ നിങ്ങൾ ഇതേപോലെ വെണ്ടയ്ക്കയും മുട്ടയും കൂടെ ചേർത്ത് ഒരു തോരനൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. അവർക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.